ഹായ് മക്കളെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ICARന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്തേ വന്നില്ല എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഇന്നലെ രാത്രിയായിട്ട് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൻ വെബ്സൈറ്റിനകത്ത് കയറി നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം കൊടുത്ത് തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് യൂണിവേഴ്സിറ്റി തന്നെ ആകണം എന്നില്ല ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ടാകുക ചിലപ്പോൾ. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇപ്പോൾ വന്നിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. സോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതും ആകാം. എന്തായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രോഷറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സോ ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട് ആയിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലുള്ളവരായിരിക്കും അതൊന്ന് വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കും, പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അറിയിക്കും അതിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് റീ അപ്ലോഡ് ചെയ്യണമോ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാരണം, ചിലപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റീ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് റീ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വേറെ ഏതെങ്കിലും, ഇപ്പോൾ മലയാളത്തിലോ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിലാണ് അതിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സൈൻ മേടിച്ച് വേണം അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ അതെല്ലാവരും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുകയും ഒപ്പം 10,000 രൂപ ഫീസ് അടയ്ക്കുകയും വേണം. സോ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കുകയും ഈ സീറ്റ് നിങ്ങൾ എടുത്തതായിട്ട് അംഗീകരിക്കുകയുള്ളൂ. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീസ് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടിൽ അംഗീകരിക്കത്തുമില്ല. അതായത് സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് അലോ ചെയ്യുകയുമില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. സോ അതുകൊണ്ട് എല്ലാവരും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതും ഫീസ് അടയ്ക്കുന്നതും ഈ രണ്ട് കാര്യവും ഉടനെ തന്നെ, അതായത് ഇന്ന് തന്നെ മാക്സിമം ചെയ്യുക. കാരണം ദിവസം വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ അതുകൊണ്ട് വളരെ വേഗം തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ സെക്കൻഡ് അലോട്ട്മെന്റിൽ വരുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാത്ത കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും.